ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാ. അപ്പോൾ ഇന്ന് ജൂൺ 10 ആയി. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ എന്തായാലും ആവി വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ല, ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ തലവേദന എടുക്കും, അതുകൊണ്ട്. ഞാൻ ഓർത്തു, ഞാൻ കൈ പിടിച്ചോളാം, അത് ഞാൻ എടുക്കാൻ. ഞാൻ இந்த பாக்ஸ் பேக் பண்ணும்போது இங்கே ரியாக்ஷன் பாருங்க, இங்கே ரியாக்ஷன் பாருங்க, இங்கே இங்கே பாருங்க. இங்கே கொஞ்சம் பேக் பண்ணும்போது இங்கே இங்கே കുട്ടി പൂച്ച വെച്ചാൽ അഴകാ இருக்கும்ல. നമുക്ക് ഇതിനകത്ത് അവന്മാരെ ഓർമ്മത്തിന് എടുത്ത് എൻ്റെ വെള്ളപ്പൂച്ച എടുത്തിടാം. എൻ്റെ കൊച്ചു എനിക്ക് ഇത് ആരാണ്ട് ഇതെന്തോ ഇത് മാത്രം വാഴത്, ഇത് കണ്ട് ഒരെണ്ണം മാത്രം വാഴ. അല്ല, ഞാൻ മൊത്തത്തില് കെട്ടാനാ, അത്രേ കൊള്ളത്തുള്ളൂ അതിനകത്ത്. അയ്യോ, എൻ്റെ ഡമ്പല്, എൻ്റെ ഡമ്പൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അത് വേണ്ട, അത് മറന്നു വെച്ചത്. ചേച്ചി ഇവിടെ വന്നു. ഈ ചേച്ചി ഇന്നലെ ഡിക്കിക്കകത്തല്ലായിരുന്നു. ഞാൻ അന്നേരേ പറഞ്ഞു எல்லாமே வந்துருச்சு, ஒன்று கூட விட்டுட்டு வரல. இல்லை, நம்ம அதான் நம்மளோட பிளான். അപ്പം ഞങ്ങൾ 4-5 മാസത്തിന് ശേഷം ഇപ്പം കാറിൽ വരുന്നത്. മറ്റേ ഞങ്ങൾ പിന്നെ വന്നതെല്ലാം ട്രെയിനിലാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ജാനുവരിയിലാണ് ഞങ്ങൾ തിരുപ്പൂരിൽ നിന്ന് കാറിൽ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളതെല്ലാം ട്രെയിനിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണെങ്കിൽ ഞങ്ങൾ സ്ഥിരം മറ്റേ കുരങ്ങന്മാർക്ക് പഴം വാങ്ങിക്കാൻ ഒരു കടയിൽ നിർത്തും. അപ്പോൾ അത് പൂട്ടിയേക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നല്ലോ ഇറങ്ങിയത്, അപ്പോൾ അത് തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പാലക്കാട് ചെന്നിട്ട് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പം അവിടെ ആകുമ്പോൾ വല്ല പുട്ടും കടലയോ അപ്പോൾ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് നിന്നാണ് ഞങ്ങൾ യൂഷ്വലി കഴിക്കുന്നത്. അവിടെ ഞങ്ങൾ 1-2 തവണ ഒരു കടയുണ്ടായിരുന്നു, റോഡ് സൈഡിൽ തന്നെ ചെറിയ കട. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ ഇന്നത് തുറന്നിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിനോട് പറഞ്ഞും പോയി വല്ല അപ്പം മുട്ടക്കറിയും കഴിക്കാമെന്ന്. പക്ഷേ അതെന്താണെന്നറിയത്തില്ല, ഇന്ന് തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം പരമശിവത്തിൻ്റെ നാടാണ് വാളയാറാണ്. നമുക്ക് റോഡിൽ കൂടെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നു. റോഡിൽ കൂടെ അല്ല കേട്ടോ, അത് ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നത്. പക്ഷെ നമുക്ക് റോഡിൽ നിന്ന് നല്ലതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നത്, കുറേ കുരങ്ങന്മാർ. പക്ഷേ ഇന്ന് ആരെയും കണ്ടില്ല. ഞങ്ങളുടെ കയ്യിൽ പഴം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കട അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും അങ്ങനെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എനിക്കൊന്ന് നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റും ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആരും ഇല്ലായിരുന്നു.
ക്ലൈമറ്റ് നല്ല തോന്നുന്നത്. പക്ഷെ എനിക്ക് മഴയാണ് ഇഷ്ടം. എനിക്കും മഴ പേടിക്കണ്ട, നമ്മൾ അങ്ങോട്ട് കയറട്ടെ. മറ്റേ ഇവിടെ എന്തല്ലാത്ത ഞങ്ങൾ അന്ന് വന്നപ്പോ ഇവിടെ ഫുള്ള് ഡാർക്കായിട്ട് ഇല്ലോ ഒന്നുമില്ല. സ്വാഗതം. അടച്ചിട്ടോന്നോ? നോക്കിട്ട് വരട്ടെ. അവിടെ അടച്ചിട്ടേക്ക വേറെ ഹോട്ടലിൽ. എടാ അവിടെ ബേക്കറി ഉണ്ടോ? നമ്മളിപ്പോ കാണും. പിന്നെ ഞങ്ങൾ രണ്ടാമത് വേറൊരു ഹോട്ടലിൽ കയറിയേ. അവിടെ ആണെങ്കിൽ ദോശ മാത്രമേ ഉള്ളായിരുന്നു. ദോശ, അതായത് നെയ്യപ്പം, നെയ്യപ്പം അല്ലല്ലോ, ഗീ റോസ്റ്റ്. അയ്യോ, ഗീ റോസ്റ്റ്, പിന്നെന്തുവാ മസാല ദോശ, പിന്നെന്തുവായിരുന്നു നോർമൽ ദോശ, അത്രേ ഉള്ളായിരുന്നു. ദോശ മാത്രം, ഇഡലി പോലും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി. ചിക്കൻ ബിരിയാണി ഒന്നും പോകണം. ചിക്കൻ ബിരിയാണി കഴിക്കുമോ? നമുക്ക് രണ്ടുപേർക്കും ഒന്ന്, എന്നിട്ട് അതിൻ്റെ ബാക്കി വരും. നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭയങ്കര കാലമാർക്ക് മുട്ട കല്ലടിച്ചിട്ട് ചേച്ചി കഴിച്ചില്ല, ആദ്യം കഴിച്ചതിൻ്റെ എരിവ. ഇങ്ങ ബാ. ബിസ്ക്കറ്റ് ഇവിടെ ഇടാവോ? കഴിക്കത്. ബ്രെഡ് കഴിച്ചോടാ നീ? കഴിക്കത്. ആ അടുക്കളയെന്നോ? മന്തിയായി. അവരെല്ലാം കഴുകി അങ്ങോട്ട് വെച്ച അരി അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. നിനക്ക് പിന്നെ എല്ലായിടത്തും ഫ്രണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. തുറക്കടാ. എവിടെ പോയി ചേച്ചി?
പുള്ളി നേരത്തെ കഴിക്കുന്ന പിന്നെ അമ്മൂമ്മല്ലേ എന്താ ശരിയാ അമ്മ കണ്ടതാണ് അമ്മ കേട്ടുപോലും ഇല്ല. അയച്ചിട്ട് നിനക്ക് വെയിറ്റ് എടുക്കാൻ പറ്റൂല്ലോ എന്ന് അറിയണ്ടേ. ഇത് നമ്മൾ അറിയാം ഇങ്ങോട്ട് പോകാൻ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വേണ്ട. സഹായം വേണ്ട, അഭിപ്രായം വേണ്ട. കുറച്ച് നേരം ഞങ്ങൾ ലുലുവിലൊക്കെ തിരിഞ്ഞ് അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് ഈ ക്യാമറയുടെ ആംഗിളൊക്കെ നോക്കുമായിരുന്നു. ഇനി എനിക്ക് ഫോണിൻ്റെ ഹോൾഡർ വാങ്ങിക്കണമെന്ന് എപ്പോഴും സത്യം പറഞ്ഞാൽ കാറിൽ കയറുമ്പോഴാണ് ഓർക്കുന്നത്, ഈ ഡാഷ്ബോർഡെ വെക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ അത് വായിക്കാൻ പറ്റിയില്ല. അത് എപ്പോഴും ഈ ട്രാവൽ ചെയ്യുമ്പോഴാണ് അത് ഓർമ്മ വരുന്നത് തന്നെ. അപ്പം ഞാൻ അവിടെ ക്യാമറ വെച്ച് നോക്കുന്നു, ഇവിടെ ക്യാമറ വെച്ച് നോക്കുന്നു, അങ്ങനെ കുറേ നേരം അവനെ വണ്ടി ഓടിക്കുന്നിടത്തും കൊണ്ട് ഗിയറിൻ്റെ അവിടെയെല്ലാം വെക്കുമായിരുന്നു. എന്നെ ഇറക്കി വിടാനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ടയേർഡായിപ്പോയി. പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ചങ്ങനാശ്ശേരി എത്തിയായിരുന്നു.
ഞങ്ങളങ്ങനെ കാസി കിച്ചൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവന് സൂപ്പ് കുടിക്കാനൊരു കൊതി. അങ്ങനെ പിന്നെ ലാസ്റ്റ് സൂപ്പൊക്കെ കുടിച്ചിട്ട് വീണ്ടും ലേറ്റായി. കുടിച്ചോ ബേബി? ചായ ഒന്നുമേ சொல்ல அதுக்கே நான் வாங்கி கொடுக்க மாட்டேன்னு டைமே இல்லை அப்படிங்கிறான். நான் என்ன சொன்னேன்? நான் எப்போ சொன்னேன்? നീ പറഞ്ഞു. எப்படி നീ പറഞ്ഞില്ല, കുടിച്ചോളാൻ പറഞ്ഞില്ല. கடைக்கு நிறுத்துறதுக்கு அதை ஞாபகப்படுத்தினேன். അപ്പം നീ 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 കുടിച്ചോളാൻ പറഞ്ഞില്ല. കുടിച്ചോ, നീ കുടിച്ചോ. വീഡിയോ പ്രൂഫാ நான் കുടിക്കുന്നത്. അതെ, എടുക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ അയച്ച് ഇവൻ തരുവേ കേട്ടോ, വീട്ടിൽ ചെന്നിട്ട്. ഒരു ഫോട്ടോ 100 രൂപ. അതിനതൊക്കെ എന്തുവാണോ ഉള്ളത് അതിനകത്ത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, കുളിച്ച് റെഡിയായി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എന്താ, അപ്പോൾ വരുന്ന വഴിക്ക് 1-2 കടകളിലൊക്കെ കയറി വീണ്ടും താമസിച്ചു. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രിയായിരിക്കുന്നു. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് മറ്റന്നാൾ ഇടാനുള്ള ബ്ലൗസിൻ്റെ ഹുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്, തയ്ച്ച് വെക്കാനുണ്ട്. ഹെം ചെയ്തത് കുറച്ച് ഇന്നലെ ചെയ്ത് വെച്ചു. ഹുക്ക് ഇന്നങ്ങ് ചെയ്ത് വെച്ചാൽ ഫ്രീ ആവുമല്ലോ. പിന്നെ നാളെ മെഹന്തി ഇടാൻ ചേച്ചി വരും. അപ്പോൾ ചേച്ചി രാവിലെ 9:30 ആകുമ്പം വരും. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹുക്ക് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കാരണം കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ 9:30ക്ക് മുമ്പ് എനിക്ക് കുളിച്ചെല്ലാം റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ ഈവനിങ് മറ്റേ കുറച്ച് അലങ്കോല പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ചെറിയ പൂവൊക്കെ ഇങ്ങനെ തൂക്കിയിടാനുണ്ട്. അപ്പോൾ അത് ഈവനിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്. പറഞ്ഞൊരു സാരി ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ബ്ലൗസൊക്കെ വലിയ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സാരി ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ട്. ഭാഗ്യം, സാരി ഇവിടെ ഉണ്ട്, കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്ലോഗ് ഇവിടെ കൊണ്ടങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയും നാളെയും മറ്റന്നാളും എല്ലാം വ്ലോഗ് കാണും. ഒത്തിരി അടുത്താണോ? അപ്പോൾ ഇനിയും നാളെയും മറ്റന്നാളും എല്ലാം അടുപ്പിച്ച് വ്ലോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.